ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വേടനെതിരായ 2 സ്ത്രീകളുടെ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് കുടുംബം രംഗത്ത്. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് പരാതിക്ക് പിന്നിൽ. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ് ലക്ഷ്യമെന്നും കുടുംബം ആരോപിക്കുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, എന്താണിപ്പോൾ കുടുംബത്തിന്റെ ആരോപണം? കുടുംബം ഇത് സംബന്ധിച്ചുള്ള പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയോ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, 2 സ്ത്രീകളുടെ പരാതി, വേടനെതിരെ നൽകിയിട്ടുള്ള പരാതി, അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ ഗൂഢാലോചന പരിശോധിക്കണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ കുടുംബം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നതെന്നും കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വേടന്റെ വളർച്ചയിൽ ചില ആളുകൾക്ക്, ചുറ്റുമുള്ള ആളുകൾക്ക് ചില പകയുണ്ട്. മാത്രമല്ല, വാക്കുകളെ നിശബ്ദമാക്കുകയായിരുന്നു ലക്ഷ്യം. അതുതന്നെയാണ് ഈ പരാതിയുടെ കാരണം. അതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു കാര്യം, ഈ പരാതിയിൽ പരാമർശിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വേടനെതിരെ ഇനിയും പരാതികൾ വരികയാണെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. മാത്രമല്ല, വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം തന്നെ പുതിയ പരാതി വന്നത് അതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെയാണ്. വേടനെ സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കുക, അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, അങ്ങനെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയാണ് ഈ 2 പെൺകുട്ടികൾ നൽകിയ പരാതിയുടെ ലക്ഷ്യം. അതിൽ ചില ആളുകൾ, ചില വ്യക്തികൾ വ്യക്തമായ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബം പരാമർശിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ഹർഷൻ, ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനിടയായ സാഹചര്യം എന്താണ്? കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് ആ കേസിൽ, ആദ്യത്തെ കേസിൽ. അപ്പോൾ അതിനുശേഷവും വീണ്ടും പരാതികൾ ഉണ്ടാകുമെന്നുള്ള ഭീതിയിൽ നിന്ന് കൂടിയാണോ ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകുന്നത്? ഇത്തരമൊരു മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ കുടുംബം തീരുമാനിക്കുന്നത്? ഹർഷൻ, ഇതിൽ 22-ാം തീയതി കൊടുത്ത പരാതിയാണ്. കുടുംബം 22-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ്. ഈ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം തന്നെ മറ്റൊരു പരാതി എറണാകുളം സെൻട്രൽ പോലീസിലെത്തുകയാണ്. ആ പരാതി എത്തിയത് ഇത്തരത്തിൽ വേടന്റെ ജാമ്യാപേക്ഷ തടയുന്നതിന് വേണ്ടിയും വേടനെ ഒരു സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കാൻ, കോടതിയുടെയും സമൂഹത്തിന്റെ മുന്നിൽ സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണെന്നാണ് കുടുംബത്തിന്റെ പരാമർശം. എന്തായാലും ആ പരാമർശത്തിൽ തന്നെയാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നതും. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് കുടുംബം പറഞ്ഞു വയ്ക്കുന്നത്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി കുടുംബം നൽകിയിരിക്കുന്നത്. ഹർഷൻ, റൈറ്റ്. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വേടനെതിരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ആ വിഷയത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയമായ വേടന്റെ നിലപാടുകളെ ഇല്ലാതാക്കാനും അത് നിശബ്ദമാക്കാനുമുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് സംശയം കുടുംബത്തിനുണ്ട് എന്നും അവർ പരാതിയിൽ സൂചിപ്പിക്കുന്നു.